മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ്. നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ്. റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും പോയിരിക്കേണ്ട റൂട്ടാണ് മസനഗുഡി വഴി ഊട്ടി. മസനഗുഡിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 36 ഹെയർപിൻ പിന്നിട്ട് കല്ലട്ടിച്ചുരം വഴി നമുക്ക് ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഊട്ടിയിൽ എത്തിച്ചേരാൻ പറ്റും. ഹലോ, അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വോയിസ് ആയിരുന്നു അല്ലേ ഇത്. ഈ ഒരു വോയിസ് കേട്ടിട്ട്, അതേപോലെ ഈ ഒരു വോയിസ് ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ട് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ഒത്തിരി പേരെ നമുക്കറിയാം. ശരിക്കും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു റൂട്ട് തന്നെയാണിത്. അല്ലാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് പോയി വരാൻ പറ്റിയിട്ടുള്ളൊരു റൂട്ടാണ് മസനഗുഡി വഴി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇടുമായതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു ട്രാവലിംഗ് വ്ളോഗ് തന്നെ ആയിക്കോട്ടേന്ന്. അപ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് നമ്മൾ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കുറച്ച് രസകരമായ ക്ലിപ്പിങ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മസനഗുഡി വഴി പോകുന്ന നല്ല അടിപൊളി കാഴ്ചകളും അതൊക്കെ പറ്റുന്നിടത്തോളം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. ഈ അധികം ലോങ് ട്രിപ്പൊന്നും ഇഷ്ടപ്പെടാത്തവർക്കും അതേപോലെ തന്നെ വയനാട് കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് 1 ഡേ കൊണ്ട് പോയി വരാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്പോട്ടാണല്ലോ ഊട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ഗ്രീനറി ആയിട്ട് നിൽക്കുന്നുണ്ട് മൊത്തം. മസനഗുഡി വഴി പോവുകയാണെങ്കിലും അതെ, അല്ലാത്ത വഴി പോവുകയാണെങ്കിലും അതെ, നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പിലായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങൾ ഈ മേപ്പാടി വഴിയാണ് പോയിട്ടുണ്ടായത്. മേപ്പാടി വഴി ഈ ഒരു ചേകാടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വിശക്കില്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴി തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ഈ പോകുന്ന വഴിയും മൊത്തം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തേയില തോട്ടാണ്. അപ്പോൾ 2 വശത്തും നിറച്ച് തേയിലേൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ റോഡ് കൂടെയാണ് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതായത് നമ്മൾ വയനാട്ടിലുള്ളവർക്ക് മാത്രമല്ല, വയനാട്ടിലുള്ളവർ പിന്നെ എപ്പോഴും ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. അല്ലാത്തവർക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ഇവിടെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അട്ടമല, ചൂരൽമല ആ ഒരു മേഖലയൊക്കെ ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും, മേപ്പാടിയുടെ അടുത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റൊന്നും അവിടെ ഇവിടെയായിട്ട് ഇട്ടിട്ട് പോവരുത്. അതിന് കറക്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ഭാവിയിൽ അത് മോശമായിട്ട് വരിക. മേപ്പാടിയിൽ നിന്നൊക്കെ കുറച്ച് ഇതിലേ പോകുന്ന വഴിയാണിത്. നമ്മൾ മേപ്പാടിയിൽ നിന്ന് ടൗണ് വിട്ട് ഒരു തമിഴ്നാട് ബോർഡറിലേക്ക് കയറുന്ന വഴിയാണിത്. ഈ വഴി മൊത്തം ഇതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. അതേപോലെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുട്ടികളാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പോകുന്ന വഴി മൊത്തം തേയിലത്തോട്ടം തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗൂഡല്ലൂർ എത്തുന്നത് വരെ ഈ സെയിം തേയിലത്തോട്ടത്തിൻ്റെ നടുവ് കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ 2 വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്, 2 ഫാമിലീസ്. ഇതാണ് ഗൂഡല്ലൂർ ടൗൺ വരുന്നത്. ഈ ഗൂഡല്ലൂർ ടൗണിൽ നമുക്ക് 2 റൂട്ടിൽ ശരിക്കും പോകാം. ഒന്ന് നമ്മൾ മസനഗുഡി വഴി ഊട്ടി, അതായത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ 36 ഹെയർപിന്നൊക്കെ കയറി കല്ലട്ടി ചുരം വഴി നമുക്ക് ഊട്ടിയിലെത്താം. രണ്ടാമത്തത് നമ്മൾ നോർമൽ പോകുന്ന നമ്മൾ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള വഴിയിലെ ആ വഴി കൂടി നമുക്ക് പോകാം.
ഇവിടെ നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, മുതുമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ചെക്കിംഗ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു കാട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നുള്ളൊരു എൻട്രി ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഇവിടം തൊട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് സഫാരിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അതായത് മുതുമല ടൈഗർ റിസർവിൽ രാവിലെ ഒരു 6:30 മുതൽ 10 മണി വരെയും അതേപോലെ 2 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് അവർ ഇതിന് കൊണ്ടുപോകുന്നത്, സഫാരിക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇടത്തോട്ട് പോകുന്ന വഴിയിൽ അവിടെ അതിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് പോകുന്ന വഴിയിൽ അതിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ശരിക്കും സൈറ്റ് സീയിങ്ങിനെ ഒന്നും പോകേണ്ട, സഫാരിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം ആനിമൽസിനെ കാണാൻ പറ്റും. റെയർ ആയിട്ടുള്ള ആനിമൽ സൈറ്റ് സീയിങ് നമുക്ക് കിട്ടുമെന്നാണ് ഇവർ മൊത്തം പോകുന്ന എല്ലാവരും പറയുന്നത്. നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് കാടിൻ്റെ നടുവ് കൂടെ നല്ല അടിപൊളി വഴിയാണ്. ചെറിയ റോഡാണ് വഴി പോകുന്നത്. അപ്പം നമ്മൾ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ആനിമൽസിനൊന്നും ഹാംഫുൾ ആവാതിരിക്കാനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം. ശരിക്കും മുന്നൊക്കെ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി പോയിട്ടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും ബൈക്ക് ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് എല്ലാ വ്യൂവും കിട്ടുമല്ലോ. അതേപോലെ നല്ല നമ്മൾ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതിനേക്കാളും നല്ല അടിപൊളിയാണ് എല്ലാ വ്യൂസും കേട്ടോ. നിങ്ങൾ ഈ വഴി പറ്റുമെങ്കിൽ പോയി നോക്കുക, എൻജോയ് ചെയ്യുക. ഇവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ചെറിയ സ്നാക്സ്, അതായത് അവിടെ ഒരു സംഭാരത്തിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല അടിപൊളി സാധനമായിരുന്നു. ഒരു ചേച്ചി ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണേ, അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാം. മൺകലത്തിലൊക്കെ ആക്കി വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഈ ഒരു വരുന്ന വഴി മൊത്തം നമുക്ക് ഇതേപോലെ മാന്, പീക്കോക്കിനെയൊക്കെ കണ്ടില്ലേ, അതേപോലെ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. വണ്ടി നിർത്തരുത്, നമ്മൾ ആനിമൽസിനെ അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെയാകും. വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ടുണ്ടെങ്കിലും നമ്മളതിന് ആൻസറബിൾ ആയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കറക്റ്റ് നമ്മളിതാ മസനഗുഡി കഴിഞ്ഞ് നമ്മൾ മസനഗുഡി തുടങ്ങി നമ്മൾ ആ കാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വഴി എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. കുഞ്ഞ് റോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹമ്പൊക്കെ കറക്റ്റ് ഒരു 100 മീറ്റേഴ്സ് ഗ്യാപ്പിൽ എപ്പോഴും ഹമ്പ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് സഫാരി, ഇതുണ്ട് ഈ ഒരു ചെക്ക് പോസ്റ്റ് തൊട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ജീപ്പ് സഫാരി പോകാം. അതായത് നമ്മുടെ ടൈഗർ റിസർവിലേക്ക് അവർ കൊണ്ടുപോകും. സിംഗാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ജീപ്പിന് 1500 രൂപയ്ക്ക് നമുക്ക് ജീപ്പ് കിട്ടും.
6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് 1500 രൂപ കേട്ടോ. അപ്പോൾ 1 മണിക്കൂറത്തേക്കാണ് നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പോൾ പെർ ഹെഡ് ഒരു 340 രൂപയ്ക്കൊക്കെ നമുക്ക് പോയി വരാൻ വേണ്ടി പറ്റും. സിംഗാര എന്ന് പറഞ്ഞ ടൗണിൽ കൂടെ അവർ പോയിട്ട് തിരിച്ച് ഈ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എത്തുന്ന അങ്ങനത്തെ ഒരു ട്രിപ്പാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്തു. ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് നമുക്ക് ഒരു കഫേ കോഫിയുടെയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചെറിയ അത്യാവശ്യത്തിന് വേണ്ട സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ചുരം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 36 ഹെയർ പിൻ ബെൻഡ് അടങ്ങിയിട്ടുള്ള ഒരു കല്ലട്ടി ചുരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 36 ഒറ്റ സ്ട്രെച്ചിൽ 36 എണ്ണമുള്ള ഹെയർ പിൻ ബെൻഡുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു റൂട്ടിൽ നമുക്ക് ചെറിയ വണ്ടികൾക്ക്, അതായത് കാർ, 4 വീലർ അങ്ങനത്തെ വണ്ടികൾക്കേ പോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ വലിയ വണ്ടികൾക്കൊക്കെ അങ്ങനെ വളച്ചെടുത്ത് പോകാനൊക്കെ ടാസ്ക് ആയിരിക്കും. അതേപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് TN രജിസ്ട്രേഷനിലുള്ള വണ്ടികൾക്ക് മാത്രമേ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അതേപോലെ ഈ ഒരു വളവിലൊക്കെ കണ്ടോ, ഹെയർ പിൻ ബെൻഡുകളിൽ ഒരു യെല്ലോ കളറിലുള്ള ടയർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് കാണാനും. അവർ ആ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോണിൽ കാണുന്ന പോലെയല്ല, നല്ല അസാധ്യ വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ മൊത്തം കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കാണുകയാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതായത് മൊത്തം ഹെയർ പിന്ന്, അതേപോലെ ഈ ഒരു വളവൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല ചെറുതായിട്ട് തണുപ്പൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അതായത് ഊട്ടീൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മൾ. അതേപോലെ തന്നെ ബൈക്ക് ട്രിപ്പ് ആനാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമുണ്ടാകും. അവർക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയി വരാൻ പറ്റിയിട്ടുള്ള ഒരു റൂട്ടാണിത്. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവുകയായിരിക്കും. ഇതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ യെല്ലോ കളറിൽ ടയർ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അത് ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഒരു വ്യൂ അവർക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ CCDയിൽ കയറാതെ, അതായത് കഫേ കോഫി ഡേയിൽ കയറാതെ വെയിറ്റ് ചെയ്ത സ്ഥലം ഇതാണ് നീൽഗിരീസ് ടീ ഷോപ്പ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി മസാല ചായ, അതേപോലെ കോഫി ഒക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കിയ പോലെ തന്നെ ഇവിടെയും ഇവർ സ്റ്റീൽ കപ്പിലാണ് നമുക്ക് ചായയൊക്കെ തരിക. പേപ്പർ കപ്പിൽ കുടിക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി പോയി ഇരുന്നിട്ട് കുടിക്കണം. അത് ഇവിടെ എവിടെയും ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇവരുടെ ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ നല്ല പക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് എത്തും. അപ്പോൾ ഊട്ടി എത്തുന്നതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ എല്ലാം മാറി, പെയിൻറ്റ്, വീടിൻ്റെയൊക്കെ പെയിൻറ്റ് കളർ അതൊക്കെ മാറാൻ തുടങ്ങി. അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വ്യൂസ് ആവാൻ തുടങ്ങി. നല്ല ഭംഗിയുള്ള പൂക്കൾ ഒക്കെ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്യുകയാണ് ഊട്ടി.
അതന്നെ എനിക്കും അതായിരിക്കും ഇഷ്ടം. മഞ്ഞ എന്റെ അല്ല വയലറ്റ്. ശരിക്കും എനിക്ക് ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയുള്ള വഴികളാണ്. മൊത്തം ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മൾ മൊത്തം കാണുക. അപ്പോൾ അതൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്. പിന്നെ നീൽഗിരീസ് മലനിരകൾ നമ്മളെ വെൽക്കം ചെയ്യുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ പൈൻ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു സംഭവമുണ്ട്. ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി ടൗണിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള ആ ഒരു നാളത്തെ വീഡിയോ. അതായത് നമ്മൾ 2 ദിവസമാണ് ഊട്ടിയിലുണ്ടായിരുന്നത്. ദീപാവലിയുടെ ഇന്നത്തെ ഒരു നൈറ്റും അതേപോലെ നാളെ ഒരു ഫുൾ ഡേയും ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്നതും അല്ലാത്ത ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. നമ്മൾ ഊട്ടിയിലത്തെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നും അല്ല പോയിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത ചെറിയ അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.